हाथों को तेरे अपने हाथों में ले लेती हूँ के तकदीर अपनी सारी पढ़ लूं आँखों में तेरे. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം സാധാരണ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അധികം ഒന്നും എഡിറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ്. മുൻകൈ പറഞ്ഞേ മുൻകൈ എന്നോട് മഴ എന്ന് പറയാം. ഇങ്ങോട്ട് നോക്കി മഴ മഴ എന്ന് പറയാതെ മഴ പറ്റൂല. വട്ടാറിടുവോ? അപ്പണ്ടാക്കാം. എന്തപ്പം? ഇന്നത്തപ്പം അറിയും. ഇതെന്തിനാ ഞങ്ങൾ ഉണ്ടാക്കണേ? എനിക്ക് തിന്നാൻ തരാനാണോ? എനിക്കല്ല, പിന്നെ ഒരു ഓർഡർ വന്നു. അപ്പൊ നിങ്ങള് ഓർഡർ ഒക്കെ കിട്ടിയാല് അപ്പം ഉണ്ടാക്കി കൊടുക്കും? തീർച്ചയായും. ഓക്കെ, സോ യു ആർ എ ബേക്കർ. പറയും. എന്നിട്ട് അപ്പത്തിനെ പറ്റി പറയും. ഇതെന്താ അപ്പാണ്? ഇതുകൊണ്ട് കിണ്ണത്തില് മാവ്. എന്ത് മാവ്? പോലെ ചട്ടിയില് വാട്ട് ഈസ് ദിസ്? മാവ് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കുറുക്കി കുറുക്കി എടുത്തിട്ട്. ഇതെന്താന്ന് പറയും? ഈ ബാറ്റർ എന്താ? ഇതാണ് മാവ്. ശർക്കര ഉരുക്കിയത്, പച്ച സ്പീഡ് പറയണം, എനിക്ക് സമയമല്ല. പച്ച പത്തിരിപ്പൊടി, അരി പൊടിച്ചത്, അപ്പത്തിന്റെ പൊടി അത് കൂട്ടിയിട്ട് ശർക്കര കനിച്ചത് ഒഴിച്ചിട്ട്, ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ട് കനിക്കുക. എന്നിട്ട് ചെറിയുള്ളി പച്ചവെള്ളത്തിൽ അല്ല ശർക്കര ശർക്കര എനിക്കെന്നോ അറിയാം. ഇതല്ലാത്ത എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? തിളപ്പിച്ചിട്ട് ചെമ്പിന്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വലിയൊരു മൂടിയിട്ട് ആവി കൊണ്ട് വേവണം. എത്ര സമയം? 3 to 4 hours. അതെ, 3 hours. നല്ലോണം വെന്ത സൂപ്പർ അപ്പം കിട്ടി. ഇത് ഉപ്പിടണേ. ഉപ്പ്, ചെറിയ ജീരകം, തേങ്ങാക്കൊത്ത്, കുഴപ്പമില്ല. പണ്ട് പച്ചക്ക് എന്താ പ്രശ്നം? ഗുളിക കൊടുക്കാൻ മര്യാദക്ക് കുടി കുടിച്ചോളിയേ. ഇല്ല, അത് കിട്ടിയില്ല. പനി സുഖമായിട്ടില്ലെന്ന് 3 ദിവസമായി. ഗുളിക കുറിച്ച് ആന്റിബയോട്ടിക് ആണ് കുടിക്കി. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഒന്നുകൂടി ഉണ്ട്. എന്റെ കോഴ്സ് തീരും. ഇതൊക്കെ നാളെ ഞാൻ ചാനലിലിടും. ഗുളിക കുടി. എന്റെ ഉപ്പച്ചിനെ എന്നും ഉമ്മച്ചി തല്ലു. ഇതെന്താ വെച്ചാൽ ഉപ്പച്ചിക്ക് പനിയായിരുന്നു. അപ്പോൾ ഉപ്പച്ചി ഗുളിക കുടിക്കാൻ മടിയായിട്ട് ഉമ്മച്ചി ഞാനും കൂടി ഗുളിക കുടിപ്പിക്കുന്നതാണ്. ഉപ്പച്ചി എന്തിനാ ഉപ്പച്ചി ഗുളിക കുടിച്ചത്? എന്താ പനി? ഇന്ന് പൊളിച്ചൊരു 4:30 ആയപ്പോൾ ഉമ്മച്ചിക്ക് ഈ അപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു 4:30 ആയപ്പോൾ പാലങ്ങാട് കൊണ്ടു കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാനും ഉമ്മച്ചിയും കൂടി പോകാമെന്നാണ് വിചാരിച്ച്. നല്ല മഴയും നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ ഉമ്മച്ചി എന്താ ഈ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഉമ്മച്ചി രാവിലെ ഈ അപ്പം പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കാൻ നല്ലൊരു വായിൻ്റെൽ വെട്ടി വെച്ചിരുന്നു. അത് രാത്രിയത്തെ കാറ്റിൽ കാണാണ്ടായി. അപ്പോൾ അതിൻ്റെ സങ്കടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉമ്മച്ചി പറയുന്നത് എന്താ വെച്ചാൽ കള്ളം കൊണ്ടുപോയിന്നോ. വായിൻ്റെലൊക്കെ വെക്കാൻ മാത്രം ദാരിദ്ര്യമുള്ള ഏത് കള്ളന്മാരെ നമ്മളെ നാട്ടിൽ എനിക്കറിയൂല. അങ്ങനെ പിന്നെ ഞാനും ഉമ്മച്ചും കൂടി പാലങ്ങാട്ട് പോവാണ്. അപ്പം ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞേനും. അപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഞങ്ങൾ രണ്ടാൾ കോട്ടൊക്കെ എടുത്തിട്ട് പൊളിച്ചൊക്കെ തന്നെ പോവാണ് കേട്ടോ. ഈ നടന്ന് പോകുന്നത് പച്ചത്തുള്ളനല്ല, എൻ്റെ ഉമ്മച്ചിയാണ്. ഉമ്മച്ചിൻ്റെ ഫേവറേറ്റ് കോട്ടാണ് ഈ പച്ച, ഉസ്മാ പച്ച. ഞങ്ങൾ പിന്നെ പണ്ടേ കുടുംബക്കാരൊക്കെ ഉസ്മാ പച്ചൻ്റെ ഫാൻസാണ്, നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുരയിൽ വന്ന് കിടന്ന് ഞാൻ എണീച്ചപ്പം 11:15 കഴിഞ്ഞിക്കണ്. കാലത്തെ തന്നെ നേരം വിളിക്കണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? നാട്ടിൽ വന്നാൽ പിന്നെ എൻ്റെ നേരം വിളിക്കലൊക്കെ ഉച്ചക്കാണ്. ഇതൊക്കെ നേരത്താണ് ഈ 11:15. ഞാൻ മിക്കവാറും ഒരു 12 മണിയാണ് എൻ്റെ ഒരു മെയിൻ ടൈം എന്ന് പറയുന്നത്. എത്ര നേരം വൈകിയാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. 11 എത്രയായി? 11:20 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു.
അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ റൂം ഫുള്ള് നന്നാക്കാണ്ട് മേലെ ഫുള്ള് അടിച്ച് വരാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിടാന്ന്. പിന്നെ ഫുള്ള് ക്ലീനിങ് പരിപാടിയൊക്കെ അതിനും മുകളിൽ ഫുൾ അടിച്ച് വരാണ്ടതിനും തട്ടിയടിക്കാണ്ടതിനും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിനെ തന്നെ ഇങ്ങനെ നോക്കി അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ട്. ഇതൊക്കെ എന്നും നടക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിനോട് മീൻ പൊരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിനെ പൊരിക്കാനിട്ടിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കരിയും. അപ്പോൾ അത്രേ ഉള്ളൂ. ശുഭം.